നമസ്കാരം, വെൽക്കം ബാക്ക്. നമ്മൾ തിരക്കഥയുടെ കഥയില്ലായ്മകൾ ഒന്നാം അധ്യായം കഴിഞ്ഞതാണ്. ഒന്നാം അധ്യായം എന്നല്ല, ഒന്നാം വീഡിയോ കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയത് ഒരു മായിക രൂപത്തിലേക്ക് വാക്കുകൾ കടന്നു വന്ന നിർണായക സന്ദർഭം എന്ന് പറയുന്ന ഭാഗത്താണ്. ഇനി അടുത്ത ഹെഡിങ് തിരക്കഥ എന്ന വഴി. തിരക്കഥാകൃത്ത് എന്ന റോളിൽ ഒരു വിപര്യമുണ്ട്. അയാൾ അതികഠിനമായി അധ്വാനിക്കണം. അയാൾക്കുള്ളതെല്ലാം തൻ്റെ വേലയിൽ അർപ്പിക്കുകയും വേണം. അത്രയും ഡെഡിക്കേഷൻ വേണം. എന്നാൽ എല്ലാം അയാളുടെ കൃതി മറ്റൊരാൾക്ക് രചിക്കുവാൻ വേണ്ടിയാണെന്ന് മാത്രം. അയാളുടെ കൃതി, അയാളുടെ തിരക്കഥ മറ്റൊരാളാണ് സിനിമയായിട്ട് രചിക്കുന്നത്. ഓക്കെ, സിനിമയാക്കുന്നത് ഡയറക്ടർ വേറെ ആണല്ലോ. ചിലപ്പോൾ തിരക്കഥാകൃത്ത് തന്നെ ആവാം ഡയറക്ടറും. സ്വന്തം കൃതിയല്ല ഒരു തിരക്കഥാകാരൻ ചമയ്ക്കുന്നത്, മറിച്ച് പൊതുവായ ഒന്നിൽ പങ്കെടുക്കുകയാണ് അയാൾ. അവിടുത്തെ യജമാനൻ മിക്കപ്പോഴും സംവിധായകനായിരിക്കും. ചിലപ്പോൾ അഭിനേതാക്കളോ താരങ്ങൾ, വളരെ അപൂർവമായി തിരക്കഥാകൃത്തോ ആയിരിക്കും. അത് അയാൾ തിരിച്ചറിഞ്ഞേ തീരൂ എന്ന് തിരക്കഥാകൃത്തായ ജീൻ ക്ലോഡ് കാരിയർ പറയുന്നുണ്ട്. സിനിമാ കഥകളുടെ ജീവിതചക്രം വിചിത്രമായ ഒന്നാണ്. നോക്കണേ, സിനിമാ കഥകളുടെ ജീവിതചക്രം വിചിത്രമായ ഒന്നാണ്. ആത്യന്തികമായി സിനിമയിൽ സാക്ഷാത്കാരം കണ്ടെത്താനാണ് അവ ജന്മമെടുക്കുന്നത്. എന്തിനാണ് ഒരു സിനിമാ കഥ ഉണ്ടാവുന്നത്? അവയ്ക്ക് സിനിമയിലാണ് സാക്ഷാത്കാരം വരേണ്ടത്. ഒരു സിനിമാ കഥ എഴുതി കഴിഞ്ഞാൽ പിന്നെ അത് സിനിമയായി തീർന്നാൽ പിന്നെ കഥയ്ക്ക് റോളുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ സിനിമയല്ലേ കാണുക. അപ്പോൾ അതിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ സിനിമയായിട്ട് പിക്ചറൈസ് ചെയ്ത് വരുത്താണ്. സിനിമ നിർമ്മിക്കപ്പെടുന്നതിന് മുമ്പ് അതൊരു രൂപരേഖ മാത്രമാണ്, അല്ലേ? സിനിമാ കഥ എന്ന് പറയുന്നത്, തിരക്കഥ എന്നൊക്കെ പറയുന്നത് സിനിമയ്ക്ക് മുമ്പേ, ഉണ്ടാക്കുന്നതിന് മുമ്പേ എന്താണ്? ഒരു രൂപരേഖയാണ്. എങ്ങനെ സിനിമ ഉണ്ടാക്കണം എന്നുള്ള ഒരു രൂപരേഖ. സിനിമയായി തീരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി തിരക്കഥകൾ എല്ലായിടത്തും രചിക്കപ്പെടുന്നുണ്ട്, ശരിയല്ലേ? എഴുതി തീർക്കപ്പെടുന്ന എല്ലാ സ്ക്രിപ്റ്റും സിനിമയാക്കാൻ പറ്റാറുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇല്ല. ഏറ്റവും ആദ്യത്തെ സിനിമാ നിർമ്മാണ കമ്പനി നടത്തിയ തോമസ് ആൽവ എഡിസൺ. ഏറ്റവും ആദ്യത്തെ സിനിമാ നിർമ്മാണ കമ്പനി ആര് നടത്തി? തോമസ് ആൽവ എഡിസൺ. തിരക്കഥകളുടെ ആവശ്യം തിരിച്ചറിഞ്ഞ് അമേരിക്കയിലെ കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തിരക്കഥാ മത്സരം സംഘടിപ്പിച്ചു. വൻ വിജയമൊന്നുമല്ലാതിരുന്ന ആ മത്സരത്തിൽ 337 തിരക്കഥകൾ പങ്കെടുത്തു. അവയിൽ സിനിമയാക്കാൻ യോഗ്യതയുള്ളതായി പരിഗണിക്കപ്പെട്ടത് 8 എണ്ണം മാത്രമായിരുന്നു. ഈ അനുപാതം സിനിമയിൽ അന്നു മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒന്നായിരിക്കണം. പറഞ്ഞു വന്നത്, ഇവിടെ സിനിമയാക്കപ്പെടുന്നതിനേക്കാൾ എത്രയോ അധികം തിരക്കഥകൾ നമ്മുടെ നാട്ടിൽ രചിക്കപ്പെടുന്നുണ്ട്. ഒരു സാഹിത്യകൃതിയെ സംബന്ധിച്ചിടത്തോളം അറ്റകൈക്ക് ആ എഴുത്തുകാരന് തന്നെ അത് സ്വയം അച്ചടിക്കാനും അങ്ങനെ അത് പ്രകാശപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. നോക്കൂ, ഒരു സാഹിത്യകൃതിയെ നോക്കണേ, സാഹിത്യകൃതിയെ സംബന്ധിച്ചിടത്തോളം അറ്റകൈക്ക് ആ എഴുത്തുകാരന് തന്നെ അത് സ്വയം അച്ചടിക്കാനും അങ്ങനെ അത് പ്രകാശപ്പെടുത്താനും പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ തിരക്കഥയെ സംബന്ധിച്ചിടത്തോളം സിനിമയാകാതെ നിലനിൽക്കാനുള്ള അത്തരമൊരു സാധ്യത വിരളമാണ്, അല്ലേ? നമ്മളൊരു കഥ എഴുതുമ്പോൾ വേണേൽ നമുക്ക് തന്നെ പുറത്ത് പബ്ലിഷ് ചെയ്തിട്ട് ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കാം, വായനക്കാരെ കൂട്ടാം. പക്ഷെ തിരക്കഥ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അത് സിനിമയായിട്ട് തന്നെ വരണം. സക്കറിയയും ജോണും എഴുതിയ ജോസഫ് എന്ന പുരോഹിതനോ സുഭാഷ് ചന്ദ്രന്റെ തൽപ്പമോ പോലുള്ള അപൂർവ സന്ദർഭങ്ങൾ ഒഴികെ എന്ന് പറയാണ്. തിരക്കഥയ്ക്ക് അതിൽ ആകൃഷ്ടനാകുന്ന ഒരു സംവിധായകനെയും അതിന് പണം മുടക്കാൻ തയ്യാറുള്ള നിർമ്മാതാവിനെയും കണ്ടെത്താതെ സാക്ഷാത്കാരം സാധ്യമല്ല, അല്ലടോ? ഞാനിപ്പോൾ ഒരു തിരക്കഥ എഴുതിയെന്ന് വിചാരിക്കുക, അപ്പോൾ എനിക്കത് സാക്ഷാത്കരിക്കണം, മീൻസ് ആളുകളിലേക്ക് എത്തിക്കണം, അതിന് സിനിമയാവണ്ടേ? അപ്പോൾ എൻ്റെ തിരക്കഥയിൽ ഇംപ്രസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ വേണ്ടി വരും, അതുപോലെ തന്നെ പണം മുടക്കാൻ തയ്യാറായിട്ടുള്ള പ്രൊഡ്യൂസർ വേണ്ടി വരും. എന്നാലൊക്കെ എൻ്റെ ഈ കലയെ ബാക്കിയുള്ള ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ഒരു സാഹിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. എനിക്ക് എവിടെയും വേണമെങ്കിൽ എഴുതി പബ്ലിഷ് ചെയ്യാലോ. ഒപ്പം ഒട്ടനവധി സാമ്പത്തിക പശ്ചാത്തല, സാങ്കേതിക, രാസഘടകങ്ങൾ അതിൻ്റെ നിർമ്മാണ പ്രക്രിയയെ സ്വാധീനിക്കുന്നു, ശരിയല്ലേ? ഒരു സിനിമ ഉണ്ടാക്കാൻ വെറും സാഹിത്യം മതിയോ? പോരാ, അത്രയധികം ടെക്നീഷ്യൻസും ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ വേണം. സിനിമയായി തീരുന്നതോടെ തിരക്കഥ എന്ന മുന്നൊരുക്കം അപ്രസക്തമായി തീരുകയും ചെയ്യുന്നു, ശരിയല്ലേ? അതായത് തിരക്കഥ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിട്ട് അതിനെ സിനിമയാക്കി കഴിഞ്ഞാൽ പിന്നെ തിരക്കഥയ്ക്ക് വല്ല റോളും ഉണ്ടോ? സിനിമയായി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കഥയ്ക്ക് എന്ത് റോളാണ്? സിനിമയിലേക്ക് എത്താനുള്ള ഒരു രൂപരേഖ, മാർഗനിർദ്ദേശം മാത്രമല്ലേ തിരക്കഥ? അനവധി ബുനുവൽ സിനിമകളുടെ എന്ന് വെച്ചാൽ അത് ഈ ബുനുവൽ എന്ന് പറയുന്നത് സ്പാനിഷ് മെക്സിക്കൻ ഫിലിം മേക്കറാണ്. അപ്പോൾ അനവധി ബുനുവൽ സിനിമകളുടെ തിരക്കഥാകൃത്തായ കാരിയറുടെ അഭിപ്രായത്തിൽ തിരക്കഥാകൃത്തിൻ്റെ പ്രയത്നം എന്നത് ചലച്ചിത്രം എന്ന സാഹസത്തിനുള്ള ഒരു തുടക്കം മാത്രമാണ്. എന്താണ് തിരക്കഥാകൃത്തിൻ്റെ പ്രയത്നം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത് ചലച്ചിത്രം എന്ന ഒരു സാഹസത്തിനുള്ള ഒരു തുടക്കം മാത്രമാണ്, അല്ലാതെ ഒരു സാഹിത്യ സാഹസത്തിൻ്റെ അന്ത്യമല്ല. ഇവിടെ തിരക്കഥാകൃത്ത് ഒരു ചലച്ചിത്രകാരനാണ്. അയാൾ പങ്കെടുക്കുന്നത് ഒരു സാഹിത്യ പ്രക്രിയയിലല്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതായത് തിരക്കഥ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? ആ സിനിമയ്ക്ക് മുമ്പേ ഉള്ള ഒരു രൂപരേഖ മാത്രമാണ്. സിനിമയായി കഴിഞ്ഞാൽ പിന്നെ അതിന് റോളില്ല. അപ്പം തിരക്കഥാകൃത്ത് ഒരിക്കലും ഒരു സാഹിത്യകാരനല്ല, പകരം എന്താണ്? ഒരു ചലച്ചിത്രകാരൻ മാത്രമാണെന്ന് പറയാണ്.
അപ്പോൾ അയാൾ പങ്കെടുക്കുന്നത് ഒരു സാഹിത്യ പ്രക്രിയയിലല്ല. എഴുതപ്പെട്ട വാക്കുകൾ എന്നത് ഇവിടെ വളരെ താൽക്കാലികമായ ഒന്നാണ്. ശരിയല്ലേ? ഈ തിരക്കഥയിൽ എഴുതപ്പെട്ട വാക്കിന് ആയുസ്സുണ്ടോ? ഇല്ല. അത് സിനിമയായി കഴിഞ്ഞാൽ പിന്നെ അതിന് റോളില്ല. ചിത്രീകരണം കഴിയുന്നതോടെ അത് അപ്രത്യക്ഷമാവുകയോ വലിച്ചെറിയപ്പെടുകയോ ചെയ്യുന്നു. ഒരു ശലഭമുണ്ടാകുന്നതിന് മുമ്പുള്ള പുഴുവിൻ്റെ അവസ്ഥയാണ് തിരക്കഥ എന്നത്. ഹായ്, നല്ല ഉദാഹരണം. അതാണ് കറക്റ്റ്. അതായത് ഒരു ശലഭമായി പറക്കുന്നതിന് മുമ്പേ അതൊരു പുഴുവാണ്. ഇവിടെ ശലഭം സിനിമയാണെങ്കിൽ ആ പുഴുവാണ് തിരക്കഥ. മനസ്സിലായോ? ഒരു ശലഭം ഉണ്ടാകുന്നതിന് മുമ്പുള്ള പുഴുവിൻ്റെ അവസ്ഥയാണ് തിരക്കഥ എന്നത്. ഈ ലക്ഷണം കെട്ട ജന്തുവിൽ എല്ലാ ഘടകങ്ങളും ഉൾച്ചേർന്നിരിക്കുന്നു. ചിത്രശലഭത്തിൻ്റെ വർണ്ണങ്ങളടക്കം. അറിയാം, ആ തിരക്കഥയിൽ എല്ലാ ഘടകങ്ങളും വന്നിട്ടുണ്ട്. ഓക്കെ, ചിത്രശലഭം പിറന്ന് പറക്കുന്നതോടെ ഈ പുറന്തോട് ഉരിഞ്ഞു വീഴുന്നു. സിനിമ പിറന്ന് പറക്കുന്നതോടെ, ആളുകളിലേക്ക് എത്തുന്നതോടെ ഈ തിരക്കഥയാകുന്ന പുറന്തോട് ഉരിഞ്ഞു വീഴുന്നു. തിരക്കഥ ചവറ്റുകുട്ടയിൽ വീഴുന്നത് പോലെ കേട്ടോ. മനസ്സിലായോ? പക്ഷേ ആ പുഴു എത്ര നന്നായിരുന്നുവോ അത്രയ്ക്കും ദൈർഘ്യമേറിയതായിരിക്കും ശലഭത്തിൻ്റെ പറക്കൽ. ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഭാഗം. അതായത് ആ പുഴു എത്ര നന്നായിരുന്നുവോ അത്രയ്ക്കും ദൈർഘ്യമേറിയതായിരിക്കും ശലഭത്തിൻ്റെ പറക്കൽ. അത്രയും നന്നായിട്ട് പറക്കും. ആ തിരക്കഥ എത്ര നന്നായിരുന്നുവോ അത്രയും നന്നായിട്ട് ആളുകളിലേക്ക് എത്തും ആ സിനിമ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ ശലഭം സിനിമയാണെങ്കിൽ ശലഭത്തിലേക്ക് എത്തിക്കുന്ന പുഴു എന്താണ്? തിരക്കഥയാണെന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ പുഴുവിൻ്റെ എന്താ പറയുക, വിധി എന്ന് പറയുന്നത് വലിച്ചെറിയപ്പെടലാണ്, അവസാനം തിരസ്കരിക്കപ്പെടലാണ്. സാഹിത്യമായും സാഹിത്യരചനയായും തിരക്കഥയെ തെറ്റിദ്ധരിക്കരുതെന്ന് കരിയർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു വെക്കുന്നതാണ്. ഒരു സാഹിത്യരചനയായിട്ട് എന്തിനെ കാണരുത്? തിരക്കഥയെ കാണരുത്. സിനിമയ്ക്കായി എഴുതുക എന്നത് എഴുത്തല്ല, സിനിമയുണ്ടാക്കലാണ്. ഓക്കെ, സാഹിത്യം അങ്ങനെ തന്നെ നിലകൊള്ളുവാനും അനശ്വരത കൈവരിക്കാനും ആഗ്രഹിക്കുമ്പോൾ തിരക്കഥ ഒരു സിനിമയായി തീരുന്നതിന് മുമ്പുള്ള ഒരു അന്തരാള ഘട്ടം മാത്രമാണ്. മനസ്സിലായോ? ഒരു സാഹിത്യം രചിച്ചാൽ പിന്നെ അത് അനശ്വരമാണ്, നശിക്കാത്തതാണ്. ഓക്കെ, അനശ്വരം നശിക്കാത്ത. അപ്പോൾ സാഹിത്യം നശിക്കാത്ത സാധനമാണ്. ഒരു കവിത എഴുതി കഴിഞ്ഞാൽ അത് കാലാകാലവും നിലനിൽക്കും. പക്ഷേ തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ? അല്ല. അത് സിനിമയായി തീരുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടം മാത്രമാണ്. സിനിമയായി കഴിഞ്ഞാൽ പിന്നെ അത് ചത്ത്. ഓക്കെ, മുമ്പ് സൂചിപ്പിച്ച അനുപാതം നിലനിൽക്കുമ്പോഴും സിനിമാ കഥകൾ ഇന്നും എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സാക്ഷാത്കാരം കാത്തുകൊണ്ട്, അല്ലേ? ആ ഏതെങ്കിലും ഒരു ഡയറക്ടർ എൻ്റെ തിരക്കഥ ഇംപ്രസ്ഡ് ആവും എന്ന് വിചാരിച്ചിട്ട് എഴുതിക്കൊണ്ടേ ഇരിക്കപ്പെടുന്നുണ്ട്. ഇത്രയധികം മനുഷ്യരോട് ഒന്നിച്ച് കഥ പറയാൻ ഉതകുന്ന സിനിമ പോലെ മറ്റൊരു മാധ്യമം ഇല്ല എന്നത് തന്നെയാകണം ഇതിന് കാരണം. ശരിയല്ലേ? എന്തൊക്കെ സാഹിത്യം ഉത്കൃഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നത് പോലെ വേറൊരു മാധ്യമവും എത്തില്ലല്ലോ, അല്ലേ? അതാണ് ഇനി അടുത്ത സൈഡ് ഹെഡിങ് ആണ് തിരക്കഥയുടെ ഭാഷ. രംഗവിവരണങ്ങളിൽ വിശേഷണങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് പറഞ്ഞുകൂടാ. തിരക്കഥയുടെ പ്രാഥമിക ധർമ്മം സാഹിത്യപരമല്ലല്ലോ. എന്നാൽ ചമൽക്കാരപൂർവമുള്ള വർണ്ണനകളുടെ പ്രസക്തിയെ സിനിമയ്ക്ക് മുതലിറക്കേണ്ട പാവത്താനെ വീഴ്ത്താൻ ഉദ്ദേശിച്ചുള്ള ഒരടവെന്ന നിലയിൽ അങ്ങനെ തള്ളിപ്പറയാനും വയ്യ. തിരക്കഥ ഒരു ആമുഖം എന്ന കൃതിയിൽ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണത് കേട്ടോ. അതായത് ശരിക്കും ഈ തിരക്കഥയിൽ ഒരുപാട് അലങ്കാരങ്ങൾക്കും പ്രയോഗങ്ങൾക്കൊന്നും വലിയ റോളൊന്നുമില്ല. അതായത് ഇത് എടുക്കുന്ന ആൾക്കാർക്ക് അതെന്താണെന്ന് മനസ്സിലായാൽ പോരെ. നമ്മൾ നേരിട്ട് തിരക്കഥ വായിക്കലല്ലോ, സിനിമ കാണുമല്ലേ പ്രേക്ഷകർ ചെയ്യുന്നത്. ചിത്രീകരണത്തെ ലക്ഷ്യം വയ്ക്കുന്ന, അതായത് ഷൂട്ടിങ്ങിനെ ലക്ഷ്യം വയ്ക്കുന്ന, അതിനുതകുന്ന രീതിയിലുള്ള സംഭാഷണ സന്ദർഭ സൂചനകൾ നൽകുന്ന ഒരു രൂപരേഖയാണ് തിരക്കഥ എന്നതിനാൽ അത് ഉപയോഗിക്കുന്ന ഭാഷയിൽ അലങ്കാരങ്ങൾക്കും ഉപമകൾക്കും വലിയ സ്ഥാനമില്ല. ഞാൻ പറഞ്ഞത് തന്നെ, ആ തിരക്കഥയല്ലല്ലോ വായിക്കാൻ കൊടുക്കുന്നത്, നോർമലി സിനിമയല്ലേ. അപ്പം ആ തിരക്കഥയിൽ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് പ്രത്യേകിച്ച് അലങ്കാരവും ഉപമയൊന്നും ആവശ്യമില്ല. കാരണം എന്താണ്? അത് ജസ്റ്റ് ഒരു നേരത്തെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു മുമ്പേ ഉപയോഗിക്കുന്ന ഒരു രൂപരേഖ മാത്രമല്ലേ. അടൂർ സൂചിപ്പിക്കുന്നത് പോലെ അവയിൽ വേണ്ടത് സംഭവങ്ങളുടെ വ്യക്തമായ സ്വഭാവവും കഥാപാത്രങ്ങളുടെ വ്യാപാര വിശദാംശങ്ങളുമാണ്. ഇവിടെയും അവരുടെ മനോവ്യാപാരങ്ങൾക്കല്ല, മറിച്ച് ബാഹ്യ വ്യാപാരങ്ങൾക്കാണ് നിർബന്ധമായും ഊന്നൽ നൽകേണ്ടത്. ക്രിയാവ്യവഹാരങ്ങളുടെ സമർത്ഥമായ സന്നിവേശത്തിലൂടെ കഥാപാത്രങ്ങളുടെ ഉള്ളു കാട്ടുകയെന്ന ആയാസകരമായ ദൗത്യമാണ് ഇവിടെ നിർവഹിക്കേണ്ടി വരിക. പറഞ്ഞത് മനസ്സിലായോ? ഒരു സാഹിത്യകൃതിയിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇമോഷനൊക്കെ എഴുതി വെക്കാം. പക്ഷേ തിരക്കഥയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഇമോഷനും അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അലങ്കാര പ്രയോഗങ്ങളൊന്നും തിരക്കഥയിൽ വേണ്ട. അതിൽ സംഭവങ്ങളെ വേണ്ടൂ. ആ സംഭവങ്ങളിലൂടെ ആ കഥാപാത്രത്തിൻ്റെ ഉള്ളു കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് തിരക്കഥയിലുള്ളത് കേട്ടോ. അല്ലാണ്ട് അതിൽ കുറേ അലങ്കാരം വെച്ചിട്ട് എന്താ കാര്യം? നമുക്കത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ അലങ്കാരം വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് വെറും ഒരു രൂപരേഖയായിപ്പോയത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. ധ്വന്യാത്മകമായ സാഹിത്യപരതയ്ക്ക് ഘടകവിരുദ്ധമായി സൂചനാത്മകവും ക്രിയാപരവുമായ വിവരണ ഭാഷയാണ് തിരക്കഥയ്ക്ക് വേണ്ടത്. മനസ്സിലായോ?
ധ്വന്യാത്മകമായ സാഹിത്യപരതയ്ക്ക് ഘടകവിരുദ്ധമായിട്ട്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ആ സാധനങ്ങളൊന്നുമല്ല തിരക്കഥയിൽ എഴുതേണ്ടത്. പകരം എന്താണ്, ക്രിയാപരമായിട്ടും ഉള്ള ഒരു വിവരണ ഭാഷയാണ് തിരക്കഥയ്ക്ക് വേണ്ടത്. കാരണം എന്താ ചെയ്യുന്നത്, ഈ സീനിൽ ഒരു കഥാപാത്രം എന്താ ചെയ്യുന്നത്, ചുറ്റുപാട് എങ്ങനെയായിരിക്കും എന്നാണ് എഴുതി വെക്കേണ്ടത്. അല്ലാണ്ട് അവരുടെ മാനസിക സംഘർഷമല്ല. മാനസിക സംഘർഷം എഴുതിയാൽ അതെങ്ങനെയാണ് പിക്ചറൈസ് ചെയ്യുക, മനസ്സിലായോ? ആ മാനസിക സംഘർഷം ഉള്ളിൽ വരുമ്പം കഥാപാത്രം എന്ത് ചെയ്യുന്നു എന്ന് തിരക്കഥയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് സിനിമയിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ക്രിയകൾക്കാണ് ഇവിടെ പ്രാധാന്യം. ഓക്കെ, സാഹിത്യം അല്ല 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 എന്ന് ആവർത്തിച്ച് പറയുകയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ തിരക്കഥകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ പലപ്പോഴും മുന്നറിയിപ്പുകൾ നൽകപ്പെടുന്നതും. കഥാപ്രധാനമായ വിവരണം മാത്രമാണ് ഈ ഇതിവൃത്തം. ചലച്ചിത്ര സംബന്ധമായ സൂചനകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് സിനിമ എന്ന നിലയ്ക്ക് അതിഥിയുടെ ദൃശ്യപ്രകൃതം നൽകുന്ന വിശേഷ പ്രതലത്തിൻ്റെയോ കഥാഗതിയുടെ അന്യതലങ്ങളെയോ സംബന്ധിക്കുന്ന യാതൊരു പ്രതീതികളും ഈ തിരക്കഥ ഉണർത്തുന്നില്ല എന്ന് നിസാർ അഹമ്മദ് അതിഥിയുടെ തിരക്കഥയ്ക്കുള്ള മുൻകുറിപ്പ്, യാഥാർത്ഥ്യത്തിൻ്റെ 4 മുഖങ്ങൾ, അതിൽ എഴുതിയാണ് കേട്ടോ. അടൂർ ഗോപാലകൃഷ്ണന്റെ എല്ലാ തിരക്കഥകളിലും ഇത്തരം മുന്നറിയിപ്പ് ആവർത്തിക്കപ്പെടുന്നത് കാണാം. സിനിമയ്ക്കായുള്ള തിരക്കഥ എന്നതിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യം പോലെയുള്ള ഒരു ലാവണ്യ അനുഭവം, ഒരു സൗന്ദര്യ അനുഭവം നൽകാനാണ് ഈ സിനിമാനന്തര തിരക്കഥകൾ ശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലേക്ക് വരികയാണ്. അതായത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് തിരക്കഥയാക്കി കൊണ്ടുവരിക ആൾക്കാരെ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സിനിമയ്ക്കായുള്ള തിരക്കഥയാണോ? അല്ല, സിനിമ ഷൂട്ട് ചെയ്ത് പ്രദർശിപ്പിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞു എന്നതിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യം പോലെയുള്ള ഒരു സൗന്ദര്യ അനുഭവം, ലാവണ്യ അനുഭവം നൽകാനാണ് ഈ സിനിമയ്ക്ക് ശേഷം ഇറങ്ങുന്ന തിരക്കഥ ശ്രമിക്കുന്നത്. അപ്പോൾ ആ തിരക്കഥ വായിക്കുമ്പോൾ നമുക്ക് നല്ല സൗന്ദര്യം തോന്നുകയും ചെയ്യും, വാവ് ബ്യൂട്ടിഫുൾ എന്ന് തോന്നും. പക്ഷേ ആ വാവ് ബ്യൂട്ടിഫുൾ എന്ന് തോന്നുന്ന സാധനം അല്ല നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും സിനിമ പഠിക്കുന്ന നിങ്ങൾ ഈ ലേഖനം പഠിക്കുന്നത് ഒരു അനിവാര്യതയാട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമുക്ക് മാർക്കറ്റിൽ വായിക്കാൻ കിട്ടുന്ന ഈ തിരക്കഥ ആ രൂപത്തിലാണ് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന തിരക്കഥ ഉള്ളതെന്ന് വിചാരിക്കും. ആ തെറ്റിദ്ധാരണ ഇത് പഠിക്കുമ്പോൾ മാറും. ഓക്കെ, അത് സിനിമാനന്തര തിരക്കഥയാണ്. സിനിമ വന്നതിന് ശേഷം മാറ്റി എഴുതി വൃത്തിയാക്കി വായനാനുഭവം കിട്ടാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന സാധനമാണ്. ഇവിടെ എഴുത്തുകാരനും വായനക്കാരനുമാണ് ഉള്ളത്. ഏത്? ഈ സിനിമാനന്തര തിരക്കഥയിൽ എഴുത്തുകാരനും വായനക്കാരനും ഉള്ളത്. സിനിമക്കാരനും പ്രേക്ഷകനും അല്ല. സംഭാഷണങ്ങളിലൂടെ മാത്രം ഭാവന ചെയ്ത് എഴുതപ്പെട്ട ആഖ്യായികളാണവ. ദൃശ്യപദത്തിലെ വിവിധ ഘടകങ്ങൾ, ദൃശ്യ സന്നിവേശം, ശബ്ദം എല്ലാം ഉയർത്തുന്ന വിവിധ സാധ്യതകൾ ഈ വാഗ്ഘോഷത്തിനിടയിൽ അപ്രസക്തമായി തീരുന്നു. അതെ, സിനിമയ്ക്ക് ശേഷം ഇറക്കുന്ന ഈ തിരക്കഥയിൽ എന്താ പറയുക, പിന്നെ ഈ വാക്കുകൾ വെച്ചിട്ടല്ലേ നമ്മൾ മൊത്തം ഇമാജിൻ ചെയ്യുന്നത്. സാഹിത്യം തന്നെ ആയി പോകുന്നുണ്ട് അത്. അപ്പോൾ പിന്നെ സിനിമ കാണുമ്പോഴുള്ള ഈ ഒരു പിന്നെ പിക്ചർ, കളറ്, സൗണ്ട്, BGM ഈ സാധനങ്ങളൊക്കെ അതിൽ നമുക്ക് മിസ്സല്ലേ. പലപ്പോഴും അത്തരം പശ്ചാത്തല വിവരണങ്ങളും സാങ്കേതിക സൂചകങ്ങളും വായനയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. അങ്ങനെ എഴുതപ്പെട്ട തിരക്കഥയിലൂടെ സാഹിത്യപരമായി സിനിമയെ കാണുകയും വാചികമായൊരു ചട്ടക്കൂടിൽ സിനിമയെ ഒതുക്കുകയും ചെയ്യുന്നതോടെ ദൃശ്യവൽക്കരണത്തിനിടയിലും ദൃശ്യവൽക്കരണ സന്ദർഭത്തിലും സംഭവിക്കാവുന്ന യാദൃശ്ചികതകൾ, അപ്രതീക്ഷിത വികാസങ്ങൾ, പ്രശ്നങ്ങൾ ഇവയെല്ലാം കൃത്യമായി ഒഴിവാക്കപ്പെടുന്നുവെന്നതാണ് അപകടകരമായ കാര്യം. മനസ്സിലായോ? സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ സ്ക്രിപ്റ്റ് മാറ്റി ഇറക്കിയിട്ട് വായിക്കുമ്പോൾ ശരിക്കും നമ്മളവിടെ ഒരു സാഹിത്യകൃതിയാണ് വായിക്കുന്നത്. സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് പലതും സംഭവിക്കാം, പ്രശ്നങ്ങൾ, സാധ്യതകളൊക്കെ. അതൊക്കെ നമുക്കിതിൽ മിസ്സിംഗ് ആണെന്ന് പറയാണ് പിന്നീട് ഇറക്കുന്ന ഈ സ്ക്രിപ്റ്റിൽ. അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റത്തിലെ ഒരു സിനിമയാണ് കേട്ടോ. അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റത്തിലെ ഒരു രംഗം തിരക്കഥ, സിനിമ, പ്രസിദ്ധീകരിക്കപ്പെട്ട തിരക്കഥ എന്നിവ തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കാനുള്ള ഉദാഹരണമായി എടുക്കാവുന്നതാണ്. അതായത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമയിലുള്ള ഒരു സീന് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ്. അതായത് ആദ്യം വന്ന തിരക്കഥ, എപ്പം വന്ന സിനിമയ്ക്ക് മുമ്പേ, പിന്നെ ഇറങ്ങിയ സിനിമ, പിന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട തിരക്കഥ, അത് സിനിമയ്ക്ക് ശേഷമായിരിക്കുമല്ലോ, എന്നിവ തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കാനുള്ള ഉദാഹരണമായി എടുക്കാവുന്നതാണ്. ആ സിനിമ കണ്ടവർക്കറിയാം. ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് ശങ്കരൻകുട്ടി കുട്ടികളോടൊപ്പം പൊട്ടിപ്പോയൊരു പട്ടത്തിന് പിന്നിൽ ഓടുന്ന രസകരമായ രംഗമുണ്ട്. പ്രസിദ്ധീകരിക്കപ്പെട്ട തിരക്കഥയിൽ അത് വിവരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. നോക്കണേ നിങ്ങൾ, അതിൻ്റെ രസം നോക്കണേ. അതായത് ആ ഓടുന്ന രംഗം, രസകരമായ രംഗം പ്രസിദ്ധീകരിക്കപ്പെട്ട തിരക്കഥയിൽ എങ്ങനെയാണ് വന്നെന്നൊക്കെ. തൻ്റെ എല്ലാ ശ്രദ്ധയും മുകളിൽ നട്ട് പട്ടത്തിൻ്റെ ചരടറ്റം വെട്ടിയും വലിച്ചും നിൽക്കുകയാണ് ആ കുട്ടി. ദൃശ്യം 135 എന്നതിൽ നിന്ന് ആരംഭിച്ച് ആ ഭാഗം ജലപ്പരപ്പിൽ പട്ടം അനങ്ങാതെ കുതിർന്നു കിടന്നു. ക്രമേണ ഒഴുക്കതിനെ പതുക്കെ നീക്കാൻ തുടങ്ങി. ദൃശ്യം 171 എന്നിടത്ത് അവസാനിക്കുന്നു. എടാ, ഈ ജലപ്പരപ്പിൽ പട്ടം അനങ്ങാതെ കുതിർന്നു കിടന്നു, ക്രമേണ ഒഴുക്കതിനെ പതുക്കെ നീക്കാൻ തുടങ്ങി എന്നൊക്കെ അത്രയും ആലങ്കാരിക ഭാഷ തിരക്കഥയിൽ വേണോ? ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലേ. അതിപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ എന്താ, വെള്ളത്തിന് മുകളിൽ പിന്നെ പട്ടം അനങ്ങാതെ നനഞ്ഞു കിടന്നു, പിന്നെ ക്രമേണ
ഒഴുക്കതിനെ പതുക്കെ നീക്കാൻ തുടങ്ങി എന്ന് പറയുന്നതിനേക്കാളും ക്രമേണ അത് ഒഴുകി തുടങ്ങിയെന്ന് മതി സിമ്പിളായിട്ട്. കാരണം സിനിമയ്ക്കുള്ളൊരു രൂപരേഖയല്ലേ ഇത്. പക്ഷേ പ്രസിദ്ധീകരിക്കപ്പെട്ട തിരക്കഥയിൽ ഇത്രയും നല്ല ഭംഗിയിലാണ് ഉണ്ടാവുക. ഇത് വായിക്കുമ്പോഴാണ് വായനാ സുഖം കിട്ടുക. അപ്പം ഇടയ്ക്കുള്ള രംഗങ്ങൾ ശങ്കരൻകുട്ടിയും സംഘവും ഓടുന്ന പ്രതലങ്ങളെയും അവരുടെ ഭാവഹാവാദികളെയും പട്ടത്തിൻ്റെ യാത്രയെയും കുറിച്ചുള്ളതാണ്. ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ വിശേഷതകളെ ധ്വന്യാത്മകമായി സൂചിപ്പിക്കുന്ന ചലനാത്മകമായ ഒരു സീക്വൻസ് ആണിത്. പ്രസിദ്ധീകരിക്കപ്പെട്ട തിരക്കഥയിൽ 37 ദൃശ്യങ്ങളിലൂടെ വിവരിക്കപ്പെടുന്ന ഈ സീക്വൻസ് ചിത്രീകരണത്തിന് മുമ്പുള്ള തിരക്കഥയിൽ എങ്ങനെയായിരിക്കും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുക എന്ന് ചിന്തിക്കുന്നത് രസകരമായിരിക്കും. 2-3 വാചകങ്ങളിലും സൂചനകളിലും ഒതുങ്ങിയിരിക്കാവുന്ന ഈ രംഗം ഇങ്ങനെ വിടർന്ന് വികസിക്കുന്നത് ചിത്രീകരണ പ്രക്രിയയിലൂടെയാണ്. ഈ പ്രക്രിയ പരതയാണ് തിരക്കഥയുടെ സാഹിത്യ പരതയിലൂടെ സംവേദനം ചെയ്യപ്പെടാതിരിക്കുന്നത്. മനസ്സിലായോ? അതായത് സിനിമയ്ക്ക് ശേഷം വരുന്ന സ്ക്രിപ്റ്റ് നമ്മൾ എന്താ പറയുക ഈ രീതിയിൽ പിന്നെ വിശദീകരിച്ച് ഭംഗിയാക്കിയിട്ട് എഴുതുമ്പോഴത്തേക്ക് ശരിക്കും ആ സിനിമയിലെ പ്രക്രിയ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അതങ്ങ് മിസ്സായി പോകുന്നുണ്ട്. യഥാർത്ഥത്തിലുള്ള ഈ ഒരു തിരക്കഥേൻ്റെ ഡീറ്റെയിൽസ് അല്ല നമുക്ക് കിട്ടുന്നത് ആ തിരക്കഥയിൽ നിന്നുള്ളത് പറയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇനി അടുത്ത സൈഡ് ഹെഡിങ് ആണ് സിനിമ എന്ന പ്രക്രിയ. സ്ഥലകാലങ്ങളുടെ ഉപയോഗത്തിലൂടെ വളരെ സവിശേഷവും ശക്തവുമായ രീതിയിൽ ഇന്ദ്രിയാനുഭവങ്ങളും ചിന്തകളും സിനിമ പ്രേക്ഷകരിൽ ഉണർത്തുന്നു. അത് നമുക്ക് ചലനപരമായ ലാവണ്യ അനുഭവം അണയ്ക്കുന്ന ചലനദൃശ്യവും, അതായത് മൂവ്മെൻറ്റ് ഇമേജ്, സമയത്തെ സവിശേഷമായ രീതിയിൽ വിന്യസിക്കുന്നതിലൂടെ ഒരു സമയദൃശ്യവും ടൈം ഇമേജ് കൂടിയാണ്. മറ്റൊരു തലത്തിൽ നമ്മിലെ ഓർമ്മകളെ നിരന്തരം ഉണർത്തുന്നതിനാൽ അതിനെ ഒരു ചിന്താദൃശ്യം തോട്ട് ഇമേജ് കൂടിയായാണ് നമ്മൾ അനുഭവിക്കുന്നത്. മറ്റു ചിലപ്പോൾ അതൊരു ചലനദൃശ്യമോ ആക്ഷൻ ഇമേജ്, വസ്തുതാദൃശ്യമോ ഫാക്റ്റ് ഇമേജ് ഒക്കെയാണ്. ഇനി സൂസൻ സൊണ്ടാഗിൻ്റെ അഭിപ്രായത്തിൽ നോവൽ തുടങ്ങിയ മറ്റ് കലാരൂപങ്ങളിൽ നിന്ന് സിനിമയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം അത് വെറും ഉള്ളടക്കം മാത്രമല്ലെന്നുള്ളതാണ്. ഉള്ളടക്കത്തെ കവിയുന്ന ഒന്ന് അതിലുണ്ട്. രൂപങ്ങളുടെ കലയായ സിനിമ ഉള്ളടക്കത്തെ അതിശയിക്കുന്ന ഒന്നാണ് അല്ലേ? വെറും അതിൻ്റെ കണ്ടന്റ് മാത്രമാണോ സിനിമ? നമ്മൾ മേക്കിംഗ് ഒക്കെ ഒരുപാട് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പം കണ്ടന്റ് മാത്രമല്ല സിനിമ എന്ന് പറയുന്നത്. ക്യാമറ ചലനങ്ങളും കട്ടുകളും ഫ്രെയിമുകളും ദൃശ്യ സംവിധാനവും മറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് അത് സാധ്യമാക്കുന്നത്. സിനിമ എന്ന കലാരൂപത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അത് ഉടനടി ഉണർത്തുന്ന ഇന്ദ്രിയ അനുഭവമാണ്. ശരിയല്ലേ? അത് കണ്ട ഉടനെയാണ് നമ്മൾ ഉടനടി ഉണ്ടാക്കുന്ന അനുഭവമാണ്. കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഭാഷ്യങ്ങളെയും ഭാഷാ വിവരണങ്ങളെയും വെല്ലുന്ന ഒന്ന് അല്ലേ? അതായത് ബാക്കിയെല്ലാം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുക്കും. പക്ഷെ സിനിമയുടെ കേസ് അങ്ങനെയല്ല. സൊണ്ടാഗ് പറയുന്നത് സിനിമയെ മനസ്സിലാക്കേണ്ടത് ഇന്ദ്രിയാനുഭവത്തിൻ്റെതായ ഒരു ലാവണ്യ ബോധത്തിലൂടെ ആവണമെന്നാണ്. വിമർശനത്തിൻ്റെ ലക്ഷ്യം അർത്ഥം കണ്ടെത്തുക എന്നതിലുപരി എങ്ങനെ അത് അങ്ങനെ ആയിരിക്കുന്നു എന്നോ അതെന്താണോ അതുതന്നെയാണെന്നും ചൂണ്ടിക്കാട്ടുക എന്നതാണ്. സിനിമയുടെ ഇന്ദ്രിയപരമായ ലാവണ്യാനുഭവം സാഹിത്യത്തിൻ്റെതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. സിനിമയുടെ ഭാവാർത്ഥ സംവേദനം സാധ്യമാകുന്നത് വാചികം, ആംഗികം, ആഹാര്യം, സാത്വികം തുടങ്ങിയ സാമ്പ്രദായിക ഘടകങ്ങൾക്ക് പുറമെ, അതായത് വാചികം വാക്കുകൊണ്ട്, ആംഗികം എന്ന് പറയുമ്പം പിന്നെ എന്താ പറയുക അംഗചലനങ്ങൾ കൊണ്ട്, ആഹാര്യം വേഷവിധാനം കൊണ്ട്, സാത്വികം എക്സ്പ്രഷൻസ് കൊണ്ട്, അങ്ങനെ സിനിമയുടെ ഭാവാർത്ഥ സംവേദനം ആ ഭാവങ്ങൾ എങ്ങനെയൊക്കെ അവതരിപ്പിക്കുക ഈ ഡയലോഗ്സ് കൊണ്ടുണ്ടാവും, അംഗചലനങ്ങൾ കൊണ്ടുണ്ടാവും, വേഷവിധാനം കൊണ്ടുണ്ടാവും, എക്സ്പ്രഷൻസ് കൊണ്ടുണ്ടാവും തുടങ്ങിയ സാമ്പ്രദായിക ഘടകങ്ങൾക്ക് പുറമെ അതിന് പുറമെ എന്തുണ്ട്? അത് ഉപയോഗിക്കുന്ന സവിശേഷമായ അനവധി ഉപാധികളിലൂടെയാണ് മൊണ്ടാഷ്. എന്തായിരുന്നു മൊണ്ടാഷ്? ഷോട്ടുകളുടെ ദൈർഘ്യം, അത്തരം ദൈർഘ്യ വ്യത്യാസം സൃഷ്ടിക്കുന്ന താളം, വേഗം, ഉദ്വേഗം, സംഘർഷം. മൊണ്ടാഷ് അറിയില്ലേ? നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് പിന്നെ ഡയലോഗ്സ് ഒന്നും ഇല്ലാണ്ട് കുറേ ഷോട്ട്സ് ഇങ്ങനെ തിരിച്ചും മറിച്ചും കാണിച്ചിട്ട് ഒരു അർത്ഥനിർമ്മിതി ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു ടൗണിനെയാണ് കാണിക്കുന്നതെങ്കിൽ ആ ടൗണിൻ്റെ പല ഭാഗത്തുള്ള ഓരോ ഷോട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ നമുക്ക് ടൗണാന്നുള്ള ഫീലിംഗ് കിട്ടും. പക്ഷേ അതിൽ ഡയലോഗ്സ് ഒന്നും വരുന്നില്ല. അതുപോലെ ക്യാമറയുടെ ചലനം പറയുമ്പോൾ ദൃശ്യത്തിൻ്റെ വലിപ്പം, ക്രമീകരണം, ഫോക്കസ് വ്യതിയാനങ്ങൾ, ദൃശ്യത്തിനകത്തുള്ള ഘടകങ്ങൾ, കഥാപാത്രങ്ങളും വസ്തുക്കളും പശ്ചാത്തലവും അവ തമ്മിലുള്ള ബന്ധം, അവയുടെ വിധാനക്രമം, ചലനം. ശബ്ദപദം, അതിൽ സംഭാഷണം, അവയുടെ ശൈലി വ്യത്യാസങ്ങൾ, പശ്ചാത്തല സംഗീതം, പരിസര ശബ്ദങ്ങൾ, ഇഫക്റ്റുകൾ, കമൻട്രി തുടങ്ങിയവ. പ്രകാശത്തിന്റെ ഉപയോഗം, തീക്ഷ്ണത, വിതരണം, വ്യതിയാനം, ചലനം ഇവയെല്ലാം ചേർന്നുണ്ടാകുന്ന അനുഭവം വാക്കുകൾക്ക് വഴങ്ങുന്ന ഒന്നല്ല. മനസ്സിലായോ? സിനിമയിൽ നമുക്ക് എന്താ പറയുക അതിലുള്ള ആശയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ആംഗികം, വാചികം, സാത്വികം, ആഹാരം എന്ന് പറയുന്ന അത് മാത്രമല്ല ഉള്ളത്. ഈ എക്സ്പ്രഷൻസും ചലനങ്ങളും കാര്യങ്ങളും മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തോട്ട് ക്യാമറ, പിന്നെ മൊണ്ടാഷ്, അതേപോലെ പിന്നെ ലൈറ്റിൻ്റെ ഉപയോഗം, സൗണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ആശയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് അലക്സാണ്ടർ സൊക്രോവിൻ്റെ മദർ ആൻഡ് സൺ എന്ന ചിത്രത്തിൻ്റെ വാചികമായൊരു തിരക്കഥയ്ക്ക് എത്ര കണ്ട സിനിമ നൽകുന്ന ദൃശ്യാനുഭവത്തെ സംവേദിക്കാനാവും.
മറ്റൊരു പ്രധാന ഘടകം ചിത്രീകരണത്തിലെ ആഹ്ലാദകരമായ ആകസ്മികതകളാണ്. മറ്റൊരു പ്രധാന ഘടകം ചിത്രീകരണത്തിലെ ആഹ്ലാദകരമായ ആകസ്മികതകളാണ്. ഉദാഹരണത്തിന് ബർഗ്മാന്റെ സെവൻത് സീലിലെ വിഖ്യാതമായ അവസാന രംഗം, സന്ധ്യാകാശത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള മരണനൃത്തം ആകസ്മികമായി ചിത്രീകരിക്കപ്പെട്ട ഒന്നാണ്. അപ്പം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്ക്രിപ്റ്റിലില്ലാത്ത പലതും ആക്സിഡൻ്റലി ഷൂട്ട് ചെയ്യപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അന്ന് ഒരു കൊടുങ്കാറ്റിൻ്റെ ലാഞ്ചനയും ഉണ്ടായിരുന്നതിനാൽ ആ ദിവസത്തെ ഷൂട്ടിംഗ് നേരത്തെ നിർത്തി ഞാൻ മടങ്ങുകയായിരുന്നു. പെട്ടെന്ന് വിചിത്രമായ ഒരു മേഘം എൻ്റെ കണ്ണിൽപ്പെട്ടു. ഉടനെ തിരക്ക് പിടിച്ച് ഗുണാർ ഫിഷർ ക്യാമറ തയ്യാറാക്കി. മിക്കവാറും നടന്മാർ അപ്പോഴേക്കും അവരുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങിയിരുന്നു. അതുകൊണ്ട് അവരുടെ സ്ഥാനത്ത് ആ നൃത്തത്തിൽ പങ്കെടുത്തത് കുറച്ച് പണിക്കാരും അവിടെ ഉണ്ടായിരുന്ന ചില വിനോദയാത്രികരുമാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടിയില്ല. മരണനൃത്തം എന്ന പേരിൽ പിന്നീട് പ്രശസ്തി ആർജിച്ച ഇരുണ്ട മേഘങ്ങൾക്ക് കീഴിലുള്ള ആ ദൃശ്യം അങ്ങനെ കുറച്ച് നിമിഷങ്ങൾക്കകത്ത് സംഭവിച്ച ഒന്നാണ്. ഇമേജസിൽ ഇംഗ്മർ ബർഗ്മാൻ പറയുന്നതാണിത്. പറഞ്ഞത് മനസ്സിലായോ? നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ യാദൃശ്ചികമായിട്ട് നമുക്ക് പലതും കിട്ടും. അപ്പം നമുക്ക് തോന്നും ഇതും കൂടി എടുത്ത ഇതിൽ നന്നാവുന്നു. അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതി വെക്കാത്ത പലതും ഷൂട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. സെവൻത് സീലിൻ്റെ കാര്യത്തിൽ ചിത്രീകരണത്തിനിടയിൽ ഇത്തരമൊരു ദൃശ്യം ആകസ്മികമായി സംഭവിച്ചുവെങ്കിൽ മറ്റൊരു ബർഗ്മാൻ ചിത്രമായ ക്രൈസ് ആൻഡ് വിസ്പേഴ്സ് ഉണ്ടാകുന്നത് തന്നെ ഒരു ദൃശ്യത്തിൽ നിന്നാണ്. വലിയ ചുവന്ന ഒരു മുറി, അവിടെ വെള്ള വസ്ത്രം ധരിച്ച 4 സ്ത്രീകൾ, അവർ വന്നും പോയും ഇരിക്കുന്നു. ഇടയ്ക്കിടെ പരസ്പരം എന്തോ മന്ത്രിക്കുന്നു. എല്ലാം അങ്ങേ അറ്റം രഹസ്യാത്മകമായി. ആദ്യം ആ സ്ത്രീകളുടെ പേരെന്തെന്നോ പ്രഭാതത്തിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ആ ചുവന്ന മുറിയിലേക്ക് അവരെന്തിനാണ് വന്നും പോയും ഇരിക്കുന്നതെന്നോ എനിക്കറിയില്ലായിരുന്നു. ഈ ദൃശ്യം എന്നിലേക്ക് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരുന്നു. ഞാൻ അതിനെ തിരസ്കരിച്ചു കൊണ്ടുമിരുന്നു. ക്രമേണ വൈമനസ്യത്തോടെ ഞാൻ ആ സ്ത്രീകളെ തിരിച്ചറിഞ്ഞു. 4ാമത്തെ ആളുടെ മരണത്തിനായി കാത്തിരിക്കുന്ന 3 സ്ത്രീകളാണവർ. ആസന്ന മരണയായി കിടക്കുന്ന മരണം അടുത്തിരിക്കുന്ന സ്ത്രീയുടെ അടുത്തിരിക്കാൻ അവർ ഓരോരുത്തരായി മാറി മാറി വരികയായിരുന്നു. അപ്പോൾ അതാ പറയുന്നത് ക്രൈസ് ആൻഡ് വിസ്പേഴ്സ് ഉണ്ടാകുന്നത് തന്നെ വേറൊരു ദൃശ്യത്തിൽ നിന്നാണെന്നും പറഞ്ഞതാണ് കേട്ടോ. കാര്യം ചിത്രീകരണത്തിനായി ഇവിടെയൊക്കെ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും സിനിമ നമ്മൾ എഴുതി വെക്കുന്ന സ്ക്രിപ്റ്റിനേക്കാളൊക്കെ അപ്പുറത്തോട്ടാണ്. നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് നമുക്ക് പല പുതിയ കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ്, അതും ഉൾപ്പെടുത്താൻ പറ്റുന്നുള്ളതാണ്. ആദ്യം ആ ചിത്രീകരണത്തിനായുള്ള മുന്നൊരുക്കം ഓരോ സംവിധായകനും വ്യത്യസ്തമായിരിക്കുമെന്ന് ഗൊദാർദ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ശരിയല്ലേ, ഷൂട്ടിങ്ങിനായിട്ടുള്ള മുന്നൊരുക്കം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. മുഖ്യമായും 2 തരം സംവിധായകരാണുള്ളത്. ഒരു വശത്ത് ഐസൻസ്റ്റീനും ഹിച്ച്കോക്കും പോലുള്ളവർ. അവരെങ്ങനെയാ? അവർ പൂർണ്ണമായ തയ്യാറെടുപ്പോടെയാണ് ചിത്രീകരണം ആരംഭിക്കുന്നത്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്, ഷൂട്ടിംഗ് തുടങ്ങുന്നത്. തങ്ങൾക്ക് എന്ത് വേണമെന്ന് കൃത്യമായി അവർക്കറിയാം. അതെല്ലാം അവരുടെ തലയ്ക്കകത്തുണ്ട്. അത് കടലാസിലാക്കിയിട്ടുമുണ്ട്, എന്നുവെച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട്. ഷൂട്ടിംഗ് എന്നത് അവർക്ക് എഴുതി വെച്ചതിൻ്റെ പ്രായോഗികമായ നിർവഹണം മാത്രമാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭാവന ചെയ്യപ്പെട്ടത് എന്തോ അതുമായി ഏറ്റവും സാമ്യമുള്ള ഒന്ന് നിർമ്മിച്ചെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. റെനെയും ഡെമിയും അക്കൂട്ടത്തിൽ പെടും. മറുകൂട്ടർ റൂഷിനെ പോലുള്ളവർ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു മുൻധാരണയും ഇല്ലാതെയാണ് തുടങ്ങുന്നത്. എടുക്കുന്ന സിനിമ ഇതെന്താവുകയെന്നൊന്നും വലിയൊരു ധാരണയൊന്നും ഇല്ലാതെ തന്നെ അവരങ്ങ് തുടങ്ങും. അവരതിനെ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ആ അന്വേഷണമാണ് സിനിമ. എവിടെയോ എത്തിച്ചേരുമെന്ന് അവർക്കറിയാം. അവർക്ക് അതിനുള്ള ഉപാധികളുമുണ്ട്. പക്ഷേ കൃത്യമായി എവിടെയായിരിക്കും അത്? ആദ്യത്തെ കൂട്ടർ വർത്തുളമായ സിനിമകളാണ് നിർമ്മിക്കുന്നത്, രണ്ടാമത്തവർ നേർരേഖയായും. മനസ്സിലായോ? ചിലരെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ നിൽക്കും, ചിലർ ഒന്നും ഇല്ലാണ്ട് അങ്ങ് തുടങ്ങും, എവിടെയെങ്കിലും എത്തുന്നു വിചാരിച്ചിട്ട്. ഈ 2 രീതിയിലും ഒരേ സമയം സിനിമ ചെയ്യുന്നയാളാണ് റെൻവാർ. 2 രീതിയിലും ചെയ്യും അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ ചാരുത, സൗന്ദര്യം. റോസല്ലിനി മറ്റൊരു സംഭവമാണ്. അങ്ങനെ ലോകപ്രശസ്തരായ സിനിമക്കാരെക്കുറിച്ച് പറയാം കേട്ടോ. കാര്യങ്ങളുടെ പൂർണ്ണ ദർശനം അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ചിത്രീകരിക്കാൻ ഉതകുന്ന ഉത്തമ മാർഗത്തിൽ അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നു. മറ്റൊരാൾക്കും ഒരു റോസല്ലിനി തിരക്കഥ കൊണ്ട് സിനിമ നിർമ്മിക്കാനാവില്ല. അദ്ദേഹം തന്നെ സ്വയം ചോദിക്കാത്ത ചോദ്യങ്ങൾ അവർക്ക് ചോദിക്കേണ്ടതായി വരും. റോസല്ലിനിയുടെ ലോകവീക്ഷണം അദ്ദേഹത്തിന് കൃത്യമാണ്. അതിൻ്റെ വിശദാംശങ്ങളും രൂപപരമായ ഘടകങ്ങളും എല്ലാം അടക്കം റോസല്ലിനിയുടെ കാര്യത്തിൽ ഒരു ഷോട്ട് സുന്ദരമാകുന്നത് അത് ശരിയായതുകൊണ്ടാണ്. മറ്റു പലർക്കും ഒരു ഷോട്ട് ശരിയാകുന്നത് അത് സുന്ദരമായതുകൊണ്ടാണ്. ഗൊദാർദ് ഓൺ ഗൊദാർദ് മൊണ്ടാഷ് മൈ ഫൈൻ കെയർ എന്നതിൽ നിന്ന് എടുത്താട്ടോ. അത് ചിത്രീകരണത്തിന് ശേഷവും, അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ചിത്ര സന്നിവേശത്തിൻ്റെ ഘട്ടത്തിലും ശബ്ദലേഖന മിശ്രണ വേളയിലും, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സൗണ്ടൊക്കെ കൊടുക്കണം, വെട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ, പലതരം ആകസ്മികതകളും സാധ്യതകളും ഉയർന്നു വരാം. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും നമുക്ക് ആ സിനിമയിൽ പലതരം സാധ്യതകൾ കടന്നു വരാം. ആക്സിഡൻ്റലി പിന്നെയും പുതിയ പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരാമെന്ന്. കാര്യക്ഷമമായ ചിത്രസന്നിവേശത്തിന് മറ്റു രീതിയിൽ താല്പര്യം ജനിപ്പിക്കാത്ത ഒരു ചിത്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ചെയ്യാവുന്നത് ഒരു സംവിധാന പ്രതീതി സൃഷ്ടിക്കുക എന്നതാണ്.
സന്നിവേശത്തിന് ഒരു ആകസ്മികതയെ വിധിയാക്കി മാറ്റാനാവും. പൊതുജനം തിരക്കഥാരചനയെന്ന് തെറ്റിദ്ധരിക്കുന്ന ഈ പ്രതിഭാസത്തിന് ഇതിലും ഉയർന്ന മറ്റെന്ത് പ്രശംസയാണ് നൽകാൻ കഴിയുക? ഗൊദാർദിൽ നിന്നെടുത്താണ് ആ വരിയും. ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ എന്ന പോലെ തന്നെ മൂവിയോളയ്ക്ക് മുന്നിലും എന്ന് വെച്ചാൽ നിലവിൽ അത് കമ്പ്യൂട്ടർ, പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും മനോധർമ്മത്തിനുമുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഷൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ആകസ്മികമായി ആക്സിഡൻ്റലായിട്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടാം, അതും നമ്മൾ ഉൾപ്പെടുത്താം. എല്ലാം മുമ്പേ എഴുതി വെച്ചതുപോലെ അല്ല. യഥാർത്ഥത്തിൽ നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുന്ന സിനിമ എന്നത് പല ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ആകസ്മികതകളോട് കൂടിയ ഉൽപ്പന്നമാണ്. അത് തിരക്കഥാരചന, ചിത്രീകരണം, സന്നിവേശം, ശബ്ദമിശ്രണം തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളിലും രൂപപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ ചലനാത്മകമായ ഒരു കലാരൂപമാണ്. നമ്മൾ തിയേറ്ററിൽ ഒരു സിനിമ കാണുമ്പം അത് ഒറ്റ എഴുത്തിൽ അങ്ങനെ തന്നെ എഴുതിയിട്ട് സിനിമയാക്കി എടുത്തതല്ല. പലപ്പോഴും ഷൂട്ടിങ്ങിലും എഡിറ്റിംഗ് ടേബിളിലും ശബ്ദമിശ്രണ സ്ഥലത്തും ഒക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ ആകസ്മികമായിട്ട് ആക്സിഡൻ്റലി കടന്നു വന്ന് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സാധനമാണ് നമ്മൾ കാണുന്നത്. ഈ ഓരോ ഘട്ടവും ചലച്ചിത്രകാരൻ്റെ മുന്നിൽ സർഗാത്മകവും സാങ്കേതികവും സാമ്പത്തികവുമായ പരിമിതികളും തടസ്സങ്ങളും ഒപ്പം സാധ്യതകളും തുറന്നിടുന്നുണ്ട്. മുന്നൊരുക്കങ്ങളും ആകസ്മികതകളും നിറഞ്ഞ ഈ യാത്ര വെറുമൊരു പരാവർത്തനമാണെന്ന പ്രതീതി ഉണർത്തുന്ന നമ്മുടെ തിരക്കഥകൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സർഗരൂപമായ സാഹിത്യത്തെ സിനിമയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. എഴുതപ്പെട്ടതിൻ്റെ പ്രതിഫലനമോ പരാവർത്തനമോ ആണ് സിനിമയെന്നും സാഹിത്യത്തിൻ്റെ തലത്തിലേക്ക് ഉയരുകയെന്നതാണ് അതിൻ്റെ ലക്ഷ്യമെന്നുമുള്ള തോന്നൽ ജനിപ്പിക്കാനും അതുവഴി ദൃശ്യഭാവനയെ സാഹിത്യപരമാക്കാനും ഇവ വഴിവെക്കുന്നു. എന്നാണ് നമ്മുടെ സിനിമ സാഹിത്യത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾ? എഴുതപ്പെട്ടത് അതുപോലെ എടുക്കുന്നതാണ് സിനിമ എന്ന് വരുമ്പോഴത്തേക്ക് ആ സാഹിത്യത്തിനെ ആശ്രയിച്ച് കിടക്കുന്നതാണ് സിനിമ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ സിനിമയുടെ സ്വതന്ത്രമായ അസ്തിത്വം എവിടെ പോയി? ആ പ്രശ്നം വരുമല്ലോ. അപ്പോൾ ചോദിക്കുക, എന്നാണ് ഈ സാഹിത്യത്തിൻ്റെ പിടിയിൽ നിന്ന് സിനിമ രക്ഷപ്പെടുക? ഒരു കേരള മോഡൽ ലാവണ്യ സമ്പദ് വ്യവസ്ഥ ഈ അവസ്ഥയ്ക്ക് പിറകിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആഗോള നിലവാരത്തിലുള്ള ഉപയോഗവും പ്രാകൃതമായ, അതായത് വികാസം എന്ന നിലയിലും പ്രകൃതി വിഭവങ്ങൾക്ക് മാത്രം എന്ന അർത്ഥത്തിലും പ്രാകൃതമായ ഉൽപ്പാദനവുമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ ജീവിക്കുന്ന മലയാളി ഉപഭോക്താവിൻ്റെ മനസ്സെപ്പോഴും ഉൽപ്പന്നങ്ങളിലേക്ക് തുറന്നിരിക്കുമ്പോൾ, അഥവാ അങ്ങേപ്പറ്റം ബ്രാൻഡ് കോൺഷ്യസ് ആയിരിക്കുമ്പോൾ ഉൽപ്പാദന പ്രക്രിയകളോട് ഒരുതരം അന്ധതയും വിമുഖതയും പുലർത്തുന്നു. നമ്മൾ മലയാളികൾ എപ്പോഴും പ്രോഡക്റ്റ് ഫ്രണ്ട്ലിയാണ്, പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഉൽപ്പാദന പ്രക്രിയയോട്, ഇത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയകളോട് ഒരുതരം അന്ധതയും വിമുഖതയും പുലർത്തുന്നു. ഉപഭോഗിക്കുന്നതിൻ്റെ ബഹുഭൂരിപക്ഷവും എവിടെ നിന്നൊക്കെയോ ചേരുന്നതായ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ജീവിക്കുന്ന മലയാളികൾക്ക്, അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന മിക്കവാറും സാധനങ്ങൾ പുറത്തുനിന്ന് വരുന്നതാണ്. നമുക്ക് നിർമ്മാണ ഘട്ടത്തിലെ പ്രക്രിയകളും അവ തുറന്നിടുന്ന വേദനകളും ആഹ്ലാദങ്ങളും ഉപഭോഗാനന്ദത്തിൽ അപ്രസക്തമോ അദൃശ്യമോ ആയിത്തീരുന്നു. അതായത് നമുക്കെല്ലാം പുറത്തുനിന്ന് വരുത്തിച്ചിട്ടാണ് ശീലം, ഇൻക്ലൂഡിങ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും. അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്ന സമയത്തുള്ള കഷ്ടപ്പാടുകൾ നമുക്ക് പലപ്പോഴും അറിയില്ല എന്നുള്ളതാണ്. വേദനകളും ആഹ്ലാദങ്ങളും ഒന്നും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. തിരക്കഥ എന്ന പണിതീർന്ന സാഹിത്യോൽപാദനം, അല്ലേ, പണിതീർന്ന സാഹിത്യോൽപാദനം. കാരണം അത് ഈ ശരിക്കും സിനിമയ്ക്ക് ശേഷമൊക്കെ തിരക്കഥ വരുമ്പോഴത്തേക്ക് അത് തീർത്ത് വെച്ച് കൊണ്ടുവരികയാണല്ലോ. ആ രൂപരേഖയല്ലല്ലോ നമുക്ക് കിട്ടുന്നത്. നൽകുന്ന ആനന്ദത്തിൽ നിന്ന് എത്രയോ അകലെയാണ് സിനിമാ നിർമ്മാണ പ്രക്രിയയുടെ വേവലാതികൾ. ഇവ രണ്ടിനെയും കൃത്യമായി അകറ്റി നിർത്തുകയാണ് ഈ തിരക്കഥകൾ. വീണ്ടും വീണ്ടും എന്ന് പറയുന്നിടത്ത് നമ്മളുടെ ഈ ലേഖനം അവസാനിക്കുകയാണ്. ഇതാണ് തിരക്കഥയുടെ കഥയില്ലായ്മകൾ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്